ഹായ് ലേണേഴ്സ്, നമസ്കാരം. ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നവോത്ഥാനം ശാസ്ത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ സാഹിത്യത്തിലും അതുപോലെ കല, വാസ്തുവിദ്യ മേഖലകളിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നവോത്ഥാനം എങ്ങനെയാണ് ശാസ്ത്രീയ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചാണ്. നവോത്ഥാനം യൂറോപ്യൻ മനസ്സിൽ ഉയർത്തിവിട്ട അന്വേഷണ ത്വരത ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും വഴിതെളിച്ചു. ഇത് ആധുനിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ അന്ധമായ വിശ്വാസങ്ങൾക്കും അടിച്ചേൽപ്പിക്കലുകൾക്കുമുള്ള വെല്ലുവിളിയായിട്ടായിരുന്നു ഈ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഇതോടുകൂടി നിരീക്ഷണ പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണ രീതി ആരംഭിച്ചു. അപ്പോൾ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യനിങ് എബിലിറ്റി, അതുപോലെ ഒരു എൻക്വയറി ചെയ്യാനുള്ള ഒരു മനോഭാവം, അഥവാ എന്തിനേയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഒരു കാര്യം കേട്ടാൽ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ആളുകളുടെ ഉള്ളിൽ വളർന്നു വരാൻ തുടങ്ങി. ഇതെന്തിലേക്ക് നയിച്ചു? ഒരു പുതിയ ശാസ്ത്ര അവബോധം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതിനും അതൊരു പുതിയ ശാസ്ത്ര പഠനത്തിലേക്കും നയിച്ചു. നവോത്ഥാന ശാസ്ത്രത്തിന്റെ വളർച്ച ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായത് അന്നത്തെ കത്തോലിക്ക സഭ നിർമ്മിച്ചു വെച്ചിട്ടുള്ള കുറെ വിശ്വാസങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു ശാസ്ത്രം വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണ രീതി ആരംഭിക്കപ്പെട്ടു. ഇതിനെയാണ് പ്രതിഷ്ഠാപന രീതി അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്തിനേയും നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് അതിൻ്റെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയപരമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയാ. ആരോ എന്തോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കാതെ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിഗമനത്തിലൂടെ മാത്രം ഒരു കാര്യത്തെ വിശ്വസിക്കുക, അതിനെയാണ് പ്രതിഷ്ഠാപന രീതി അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു രീതി വികസിപ്പിച്ചെടുത്തത് ഫ്രാൻസിസ് ബേക്കൺ അതുപോലെ റെനെ ഡെസ്കാർത്തെ എന്ന് പറയുന്ന രണ്ടുപേരാണ്. പ്രതിഷ്ഠാപന രീതി അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ് ത്രൂ എക്സ്പെരിമെന്റ്സ്, അതായത് എക്സ്പെരിമെന്റുകളിലൂടെ നമ്മൾ ചെയ്ത കാര്യം ശരിയാണെന്ന് തെളിയിച്ചതിന് ശേഷം വിശ്വസിക്കുക, അതിനെയാണ് പ്രതിഷ്ഠാപന രീതി എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്ത ആൾക്കാരാണ് ഫ്രാൻസിസ് ബേക്കനും അതുപോലെ റെനെ ഡെസ്കാർട്ടെ എന്ന് പറയുന്ന ആളും. നവോത്ഥാന കാലത്ത് ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, ഭൗതികശാസ്ത്രം, ഗണിതശാസ്ത്രം, ശരീരശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടായി. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കപ്പെട്ടത് ജ്യോതിശാസ്ത്ര മേഖലയിലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭാവനകൾ നൽകിയ ആൾക്കാരാണ് കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ എന്നിവർ. ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആരൊക്കെയാണ്? കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ എന്നിവർ. ഇവർ ജ്യോതിശാസ്ത്ര മേഖലയിൽ അല്ലെങ്കിൽ അസ്ട്രോണമിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ്. കോപ്പർനിക്കസ് പോളണ്ടിലെ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് കോപ്പർനിക്കസ് ആണ്. അതിനെയാണ് ഹീലിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ സൂര്യ കേന്ദ്രീകൃത സിദ്ധാന്തം. നമ്മൾ ഇന്ന് കാണുന്ന സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണെന്നൊരു നക്ഷത്രമാണ്. ഭൂമിയും മറ്റെല്ലാ ഗ്രഹങ്ങളും അതിനെ വലം വെച്ചുകൊണ്ടാണ് കറങ്ങുന്നത് എന്നതിനെയാണ് ഹീലിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ സൗര കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ഒരു സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത് പോളണ്ടുകാരനായിട്ടുള്ള കോപ്പർനിക്കസ് ആണ്. അത് ആരുടെ നിലവിലുണ്ടായിരുന്ന സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോളമി എന്ന് പറയുന്ന ആളുടെ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിദ്ധാന്തം ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് അതുവരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഈ ഭൂമിയെ ചുറ്റിയാണ് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുമാണ്. ഇതിനെയാണ് ജിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത് ടോളമിയാണ്. ഈ മധ്യകാലഘട്ടത്തിൽ മുഴുവൻ ആളുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഭൂമി എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ കേന്ദ്രമാണെന്നാണ്. ഈ ടോളമി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണിത്. ആ ഒരു സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കോപ്പർനിക്കസ് സൗര കേന്ദ്രീകൃത സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യൻ
സൗരയൂഥത്തിന്റെ കേന്ദ്രമാണെന്നും ഇദ്ദേഹം സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ചുവട് പിടിച്ചാണ് ആധുനിക ശാസ്ത്രം വികസിച്ചത്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ കെപ്ലർ കോപ്പർനിക്കസിന്റെ തത്വത്തെ വിപുലീകരിച്ചു. എന്നാൽ ഈ സിദ്ധാന്തത്തെ പൂർണ്ണതയിലെത്തിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ആദ്യം കോപ്പർനിക്കസ് ഈ ഒരു സിദ്ധാന്തം വികസിപ്പിച്ചു. അതിനെ കൂടുതൽ വികസിപ്പിച്ചത് ആരാണ്? കെപ്ലർ ആണ്. എന്നാൽ അതിനെ പൂർണ്ണതയിൽ എത്തിച്ചത് ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്ര വിപ്ലവം പൂർണ്ണതയിൽ എത്തിച്ചത് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൻ അല്ലെ, ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ച ഐസക് ന്യൂട്ടനാണ് ഈ ശാസ്ത്ര വിപ്ലവത്തിൽ മറ്റൊരു സംഭാവന നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നവോത്ഥാന കാലത്ത് വൈദ്യശാസ്ത്രത്തിലും വലിയ പുരോഗതികൾ ഉണ്ടായി. വെസീലിയാസ് ആയിരുന്നു ഇതിൽ ഏറ്റവും പ്രമുഖൻ. അതുപോലെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറായ വില്യം ഹാർവിയാണ് രക്തചംക്രമണം, സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ എന്താണ്, നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതും പിന്നീടുള്ള ലോകത്തിന്റെ പുതിയ ശാസ്ത്ര മനോഭാവത്തിന് തുടക്കം കുറിക്കുന്നതുമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായിരുന്നു. കോപ്പർനിക്കസിന്റെ ആണെങ്കിലും ഗലീലിയോ, അതുപോലെ ഐസക് ന്യൂട്ടൻ, പിന്നെ വില്യം ഹാർവി, വെസീലിയാസ് തുടങ്ങിയവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയ ചിന്തയിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദാന്തെ, മാർസീലിയസ്, മാക്കിയവല്ലി, ഹോബ്സ്, ജോൺ ലോക്ക് എന്നിവർ മതേതര രാഷ്ട്രീയ വീക്ഷണത്തിന് തുടക്കം കുറിച്ച ആൾക്കാരാണ്. ദാന്തെയുടെ രാഷ്ട്രീയ കൃതിയാണ് ദി മൊണാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ പാതുകയിലെ മാർസീലിയസിന്റെ ഡിഫൻഡർ ഓഫ് പീസ്, മാക്കിയവല്ലിയുടെ ദി പ്രിൻസ്, ദി ഡിസ്കോഴ്സ് എന്നിവയും ഇതിൽ പ്രമുഖമാണ്. മാക്കിയവല്ലിയുടെ ദി പ്രിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന് സഹായകമായ ഒരു പുതിയ രാഷ്ട്രീയ വീക്ഷണത്തിന് തുടക്കം കുറിച്ച കൃതികളാണ് ഈ ദാന്തെയുടെ മൊണാർക്ക് ആയാലും, അതുപോലെ മാർസീലിയസിന്റെ ഡിഫൻഡർ ഓഫ് പീസ്, മാക്കിയവല്ലിയുടെ ദി പ്രിൻസ്, ദി ഡിസ്കോഴ്സ് എന്ന് പറയുന്ന കൃതി, അതുപോലെ ജോൺ ലോക്ക്, ഹോബ്സ് എന്നിവരും രാഷ്ട്രീയ ചിന്തയിൽ പുതിയ മാറ്റങ്ങൾ നൽകിയ ആൾക്കാർ തന്നെയാണ്. ഇവരുടെയൊക്കെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. സാമൂഹിക കരാർ, രാജാവും പ്രജകളും ഭരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സാമൂഹിക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നതിന്റെ ആശയം. അപ്പൊ ഇത്തരത്തിലുള്ള നൂതനമായ രാഷ്ട്രീയ ചിന്തകൾക്കും തുടക്കം കുറിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? റിനൈസൻസ്, അതുപോലെ റിനൈസൻസ് പല മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെ കുറിച്ചാണ്. നവോത്ഥാനം സാഹിത്യത്തിലും, അതുപോലെ വാസ്തുശില്പ മേഖലയിൽ, കലാമേഖലയിൽ, അതുപോലെ ശാസ്ത്ര മേഖലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ട് വന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ പ്ലേലിസ്റ്റ് പോയിട്ട് ആ ക്ലാസ്സുകൾ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.